ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ വ്യാഴം വെള്ളി ദിവസങ്ങളായിട്ട് OTT റിലീസ് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിരവധി ചിത്രങ്ങളാണ് ഫെബ്രുവരി മാസം OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ അരുൺ ഗോപിയുടെ ഡയറക്ഷനിൽ ഉദയകൃഷ്ണ തിരക്കഥ എഴുതി ദിലീപ് നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് 2023 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ. ചിത്രം ഭേദപ്പെട്ട ഒരു വിജയമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി ഇപ്പോഴും നിരവധി ആൾക്കാരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ പുറത്തു വരുന്നത്. ചിത്രം ഒരുപക്ഷെ ഒരു യൂട്യൂബ് ചാനൽ വഴി റിലീസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ പുറത്തു വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈനാപ്ലേ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി തുടങ്ങിയ അപ്ഡേറ്റുകളും ലഭ്യമാകുന്നുണ്ട്. നിലവിൽ ഇതുവരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റുകളൊന്നും പുറത്തുവിട്ടില്ലെങ്കിലും നമുക്കൊരുപക്ഷെ ഈ വരുന്ന ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തോടുകൂടി തന്നെ ചിത്രത്തിന് OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ബാബുവിനെ കേന്ദ്ര കഥാപാത്രത്തിൽ 2024 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഒന്നും സ്വന്തമാക്കിയില്ലെങ്കിലും മികച്ച ഒരു നിരൂപക പ്രശംസ നേടിയെടുത്ത ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി തുടങ്ങിയ അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം ജെനുവിൻ ആണെന്ന് അറിയാൻ സാധിച്ചില്ല. എന്തൊക്കെയാണ് നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിലൂടെ ആയിട്ട് ചിത്രത്തിന് ആമസോൺ പ്രൈം വീഡിയോസ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും OTT പ്ലാറ്റ്ഫോം വഴിയോ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ 2024 പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു DNA എന്ന് പറയുന്ന സിനിമ. അഷ്കർ സൗഗാനായിരുന്നു ഈ ഒരു സിനിമയും കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുണ്ടത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും സ്വന്തമാക്കിയിട്ടിരുന്നു. വമ്പൻ താരനിര അണിനിരുന്ന ചിത്രത്തിന്റെ OTT റിലീസിന്റെ അപ്ഡേറ്റുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സൈനാപ്ലേ സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചേക്കാൻ. നമുക്ക് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യത്തോടു കൂടിയോ DNA എന്ന് പറയുന്ന സിനിമ OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇപ്പോഴും ഏറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കഴിഞ്ഞ ഓണക്കാലത്ത് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് റഹ്മാൻ ആയിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടുണ്ടെന്ന്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒമർ ലുലു ആയിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകളൊക്കെ ലഭ്യമാകുമ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ എത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാരും ഈ ഒരു വിവരം ഒഫീഷ്യലായിട്ട് പങ്കുവച്ചിട്ടില്ല. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി നിരവധി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തോടുകൂടി തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ ഒന്നാമത്തെ ഒരു വെബ് സീരീസിന്റേതാണ്. നീരജ് മാധവ് കേന്ദ്ര കഥാപാത്രത്തിന് ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വെബ് സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്ന ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ടാണ് ഹോട്ട്സ്റ്റാർ ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി അതായത് നാളെ മിഡ്നൈറ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കണേ മനോരാജ് എന്ന് പറയുന്ന സിനിമയാണ്. ഗോവിന്ദ് ബത്മസൂരിയാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ആകാതെ പോയ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ് ആണ്. മനോരമ മാക്സ് നാളെ മിഡ്നൈറ്റ് അല്ലെങ്കിൽ ഇന്ന് മിഡ്നൈറ്റോടുകൂടി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് മിഡ്നൈറ്റ് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന മറ്റൊരു വമ്പൻ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ഉന്നമൂന്ന് കേന്ദ്ര കഥാപാത്രത്തെത്തിയ മാർക്കോ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം തിയേറ്ററിൽ നിന്നായിട്ട് 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഇപ്പോഴും നിറഞ്ഞ പ്രദർശനം തുടരുന്ന ഒരു ചിത്രം കൂടിയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. വയലൻസിന്റെ അതിപ്രസരം കൊണ്ട് തന്നെ ചിത്രം ഇതിനോട് തന്നെ ഇന്ത്യൻ സിനിമകളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം സോണി ലൈവാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സോണി ലൈവ് ചിത്രത്തിന് ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി അതായത് ഇന്ന് മിഡ്നൈറ്റ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുക. അതോടൊപ്പം തന്നെ 2 അപ്ഡേറ്റ്സുകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ബേസിൽ ജോസഫ് സൗബിൻ ഷാഹിർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം ജെനുവിൻ ആണെന്ന് അറിയാൻ സാധിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് മാർച്ച് മാസത്തോടുകൂടി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തെ അവസാനത്തോടുകൂടി ഈ സിനിമയെ OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ 2025 ആദ്യ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ. തമിഴ് പ്രശസ്ത ഡയറക്ടറായിട്ടുള്ള ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് അണിയിച്ചിരിക്കുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. സോണി ലൈവ് വഴി നമുക്ക് ഈ വരുന്ന മാർച്ച് മാസം ഈ ഒരു സിനിമയെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.